Hi students, നമ്മളിന്ന് സർക്കിൾസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞു. സർക്കിൾസ് കംപ്ലീറ്റ് പഠിച്ചു. അപ്പോൾ അതിൻ്റെ അകത്തുള്ള വർക്കുകളെല്ലാം ചെയ്ത് നോക്കുക. ഇനി നമ്മൾ പുതിയതായിട്ടൊരു ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. നിങ്ങളുടെ 4ാമത്തെ ചാപ്റ്റർ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്. ഓക്കെ, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസിൽ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ പഠിക്കുക ഇക്വേഷൻ എന്താണ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ? ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഈക്വൽ സൈനുള്ള രൂപങ്ങളാണ് എന്തെന്ന് വിളിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇപ്പം എക്സ് പ്ലസ് 5 = 0 എന്ന് പറയുന്ന ഒരു ഇക്വേഷനാണ്. കാരണം ഇതിൻ്റെ അകത്ത് എന്തുണ്ട്? ഇത് ഈക്വൽ സൈൻ ഉണ്ട്, അതുകൊണ്ടാണ് ഇതിനെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ പഠിക്കുക ഇക്വേഷന്. ഇനി സെക്കൻഡ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡിഗ്രി എന്താണെന്ന് ചോദിച്ചാൽ ഈ എക്സിൻ്റെ പവർ ഇവിടെ 1 ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ x⁻1 ആണ്. അപ്പോൾ ഇതൊരു ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷനാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ. അപ്പോൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ⁻2 വരണം. എക്സാമ്പിൾ x² + 3x + 5 = 0. ഓക്കെ, x² + 3x + 5 = 0. ഇതാണ് എന്തെന്ന് പറയുന്നത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ ഏറ്റവും കുറഞ്ഞ എന്ത് വേണം? സെക്കൻഡ് ഡിഗ്രി വേണം. സെക്കൻഡ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ⁻2 ആയിരിക്കണം. ഇതിനാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യാനാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. അതിൻ്റെ 2-3 മെത്തേഡുകളുണ്ട്. അത് നമുക്ക് ഓരോ മെത്തേഡായിട്ട് പഠിക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എക്സിൻ്റെ വില കണ്ടുപിടിക്കുക. ഇതിൻ്റെ അകത്ത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതിനാണ് സോൾവ് ചെയ്യുക, സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എക്സിൻ്റെ വില കണ്ടുപിടിക്കുന്നതിന് പല മെത്തേഡ്സ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഓരോ മെത്തേഡായിട്ട് നമുക്ക് പറയാം. അത് ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും ഓരോരോ മെത്തേഡുകൾ വരും. അത് നമുക്ക് ഓരോന്ന് ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് പിന്നെ അറിയാവുന്ന ടേംസുകൾ, ഇതിൻ്റെ ഈ എക്സിൻ്റെ ഇപ്പുറത്തിറങ്ങുന്ന ഈ നമ്പറിന് എന്ത് പേര് വിളിക്കും? കോഎഫിഷ്യൻ്റ് എന്ന് വിളിക്കും. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് 3. x² കോഎഫിഷ്യൻ്റ് ആണ് ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 1 എന്നാണ്. x² എന്ന് പറഞ്ഞാൽ ഒരു x². അപ്പോൾ ഇവിടുത്തെ x² കോഎഫിഷ്യൻ്റ് 1. ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് ടൈമാണ് 5. ഓക്കെ, അപ്പം x² ടൈം ഉണ്ട്, എക്സിൻ്റെ ടൈം ഉണ്ട്, കോൺസ്റ്റൻറ്റ് ടൈം ഉണ്ട്. അപ്പോൾ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ ഏറ്റവും കുറഞ്ഞത് x² ടൈം വേണം. ഏത് പവറാണോ ഏത് ലെറ്റർ ആണോ അതിൻ്റെ സ്ക്വയർ വേണം. ⁻2 അതായിരിക്കണം ഹയസ്റ്റ് പവർ. x³ എന്ന് വന്നു കഴിഞ്ഞാൽ അത് സെക്കൻഡ് ഡിഗ്രി ആവത്തില്ല. ക്യൂബ് വന്നു കഴിഞ്ഞാൽ തേർഡ് ഡിഗ്രി ആവും. ഓക്കെ, നമുക്ക് സെക്കൻഡ് ഡിഗ്രിയെ കുറിച്ചിട്ടാണ് ഇപ്പം പഠിക്കാനുള്ളത്. ഇപ്പം ഇങ്ങനെ ഒരു സംഭവം തന്നിട്ട് സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ അതിനു മുമ്പ് നമുക്ക് അറിയാവുന്ന കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. അതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. നമ്മൾ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഒക്കെ ആയിട്ട് പഠിച്ച ഐഡൻറ്റിറ്റീസ് ഉണ്ടല്ലോ, ഏതൊക്കെയാണ്? a+b² നിങ്ങൾക്കറിയാം. a+b² എന്ന് പറഞ്ഞാൽ എന്താണ്? a² + 2ab + b². ഓക്കെ, അതുപോലെ a−b². ഓക്കെ, അപ്പം അതെന്താണ്? a² - 2ab + b². ഓക്കെ, അടുത്തത് a² - b². a² - b² എന്ന് പറയുമ്പോൾ a+b × a - b. ഈ ആദ്യം പറഞ്ഞ 2 ഇക്വേഷൻസ് നമുക്ക് എപ്പോഴും വേണ്ടി വരുന്നതാണ്. ആ 2 ഐഡൻറ്റിറ്റീസ് നമുക്ക് എപ്പോഴും വേണ്ടി വരുന്നതാണ്. അത് ഓർത്തിരിക്കുക. നമുക്ക് അറിയാവുന്ന കാര്യമാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇതെങ്ങനെയാണ് ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആ ക്വസ്റ്റ്യനിൽ ഒരിക്കലും ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നേരത്ത് ഇക്വേഷനായിട്ട് ഡയറക്റ്റ് അങ്ങ് തരത്തില്ല. ഒരു സിറ്റുവേഷൻ തന്നിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ എന്തെടുക്കേണ്ടി വരും? ഇക്വേഷൻ ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ അതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ടെസ്റ്റിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ടെക്സ്റ്റിൽ നമ്മൾ 81ാമത്തെ പേജിൽ ഒരു 4 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ആദ്യം ഒന്ന് ചെയ്തു നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വെൻ ഈച്ച് സൈഡ് ഓഫ് എ സ്ക്വയർ വാസ് റെഡ്യൂസ്ഡ് ബൈ 2 meters, ദി ഏരിയ ബിക്കം 49 square meters. വാട്ട് വാസ് ദി ലെങ്ത് ഓഫ് ദി സൈഡ് ഓഫ് ദി ഒറിജിനൽ സ്ക്വയർ? ഓക്കെ, മലയാളത്തിൽ ഒരു സ്ക്വയറിൻ്റെ സൈഡ് നമ്മൾ 2 മീറ്റർ കുറച്ചു, അപ്പോൾ ഏരിയ 49 square meter ആയി. അങ്ങനെയാണെങ്കിൽ ഒറിജിനൽ സ്ക്വയറിൻ്റെ സൈഡ് എത്രയാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പം ആ ഒറിജിനൽ സ്ക്വയർ നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കുക. ഒറിജിനൽ സ്ക്വയർ ഞാൻ എന്തെന്നെടുക്കുന്നു? ഇതിൻ്റെ സൈഡ് എക്സ് എന്നെടുക്കുന്നു. ഓക്കെ, ഒറിജിനൽ സൈഡ് എത്രയെന്ന് എടുക്കുന്നു? എക്സ് എന്നെടുക്കുന്നു. അപ്പോൾ നമ്മുടെ പുതിയ സ്ക്വയറിൻ്റെ സൈഡ് എത്രയാണ്? അതിൻ്റെ അകത്ത് 2 കുറച്ചു. അപ്പോൾ 2 കുറച്ചപ്പോഴത്തെ എന്ത് ചെയ്തു? 2 കുറച്ചപ്പം അവിടെ x - 2 ആയി.
ആദ്യം നമ്മുടെ ഒറിജിനൽ സ്ക്വയറിൻ്റെ സൈഡ് എത്രയാണ്? എക്സ് ആയിരുന്നു. പുതിയ സ്ക്വയറിൻ്റെ സൈഡ് എന്താണ്? 2 കുറച്ചു. അപ്പം എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഏരിയ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 49 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ എടുക്കുന്നു ലെറ്റ് ദി സൈഡ് ഓഫ് ഫസ്റ്റ് സ്ക്വയർ എക്സ് എന്നെടുക്കുന്നു. അപ്പോൾ അടുത്ത എന്തായിരിക്കും? ദെൻ ദി സൈഡ് ഓഫ് സെക്കൻഡ് സ്ക്വയർ എന്തായിരിക്കും? സെക്കൻഡ് സ്ക്വയർ എന്ത് വരും? എക്സ് മൈനസ് 2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഏരിയ തന്നിട്ടില്ലേ? ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സൈഡിൻ്റെ സ്ക്വയർ എടുക്കുകയല്ലേ? അപ്പം നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? therefore x minus 2 the whole square is equal to 49 എന്ന് എഴുതാം. എന്തോന്ന് എഴുതാം? x minus 2 the whole square is equal to എന്തോന്ന് എഴുതാം? 49. ഓക്കെ, ഇനി രണ്ടർത്ഥം എന്തെടുക്കാം? നമുക്ക് സ്ക്വയർ റൂട്ട് എടുക്കാം. ഇവിടെ എക്സ് മൈനസ് 2 ദി ഹോൾ സ്ക്വയർ ആണ് 49. അങ്ങനെയാണെങ്കിൽ എക്സ് മൈനസ് 2 എന്തായിരിക്കും? 49ൻ്റെ സ്ക്വയർ റൂട്ട് എത്ര? 7. ഓക്കെ, 49ൻ്റെ സ്ക്വയർ റൂട്ട് 7. അപ്പോൾ എക്സ് ഈസിക്കൽ എന്ത് വരും? ഈ -2 നിങ്ങൾ അപ്പുറം കൊണ്ടുപോയാൽ പോരെ? 7 + 2 എത്ര വരും? 9 വരും. അപ്പോൾ ആദ്യത്തെ സ്ക്വയറിൻ്റെ സൈഡ് എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എത്രയാണ്? 9. ഓക്കെ, സിമ്പിൾ അല്ലേ? ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a square ground has a 2 meter wide path all around. The total area of the ground and path is 1225 square meters. What is the area of the ground alone? അതായത് ഒരു സ്ക്വയർ ഗ്രൗണ്ടിൽ, ഒരു ഗ്രൗണ്ടിന് ചുറ്റും ഒരു ഗ്രൗണ്ട്. ഓക്കെ, ആ ഗ്രൗണ്ടിന് ചുറ്റും ഒരു പാത്തുണ്ട്. അപ്പോൾ ആ പാത്തും കൂടെ വരയ്ക്കുമ്പോൾ അത് ഇങ്ങനെ വരും. ഓക്കെ, ഇത് ഗ്രൗണ്ടിന് ചുറ്റും എന്തുണ്ട്? പാത്തുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഗ്രൗണ്ടിൻ്റെ സൈഡ് നമ്മൾ എന്തെന്ന് എടുക്കുന്നു? എക്സ് എന്ന് എടുക്കുന്നു. അപ്പം നിങ്ങൾ എഴുതിക്കോണം ലെറ്റ് ദി സൈഡ് ഓഫ് ദി ഗ്രൗണ്ട്. അന്ന് ഞാൻ ഇപ്പോൾ എഴുതുന്നില്ല, എപ്പോഴും എഴുതുന്നില്ല. അപ്പം ഗ്രൗണ്ടിൻ്റെ സൈഡ് എത്രയെന്ന് എടുക്കുന്നു? എക്സ് എന്ന് എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഇതിൻ്റെ പാത്തിൻ്റെ വീതി എന്ന് പറയുന്നത് എത്ര മീറ്ററാണ്? 2 മീറ്റർ അല്ലേ? ഓക്കെ, പാത്തിൻ്റെ സൈഡ് എന്ന് പറയുന്നത് 2 മീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ ഈ വലിയ സ്ക്വയറിൻ്റെ സൈഡ് എത്ര വരും? ഇവിടെ ഒരു 2 കൂടി, അതേപോലെ ഇവിടെയും എന്തുണ്ട്? 2 കൂടി. അപ്പോൾ അത്ര മൊത്തം എത്ര കൂടി? 4 കൂടി. അപ്പം ഇതെന്തായിരിക്കും? എക്സ് + 4 ആയിരിക്കും. മനസ്സിലായോ? ചെറിയ സ്ക്വയറിൻ്റെ സൈഡ് നമ്മൾ എക്സ് എന്ന് എടുത്താൽ വലിയ സ്ക്വയറിൻ്റെ സൈഡ് എത്ര വരും? എക്സ് + 4 വരും. കാരണം രണ്ടിടത്തും എത്ര മീറ്റർ ഉണ്ട്? 2 മീറ്റർ വീതം അധികമുണ്ട്. അപ്പം മൊത്തം 4 മീറ്റർ കൂടി. അപ്പോൾ എക്സ് + 4 ആയി. ഓക്കെ, അപ്പോൾ ഇത് എന്താ പറഞ്ഞേക്കുന്ന? ഇതിൻ്റെ അകത്ത് ടോട്ടൽ ഏരിയ ഓഫ് ദി ഗ്രൗണ്ട് ആൻഡ് ദി പാത്ത്, അതായത് ഈ വലിയ സ്ക്വയറിൻ്റെ ഏരിയ അത് എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? 1225. അപ്പം നിങ്ങളിങ്ങനെ എടുത്താൽ പോരെ? എക്സ് + 4 ദി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്തോന്ന് എടുക്കാം? 1225. നേരത്തെ പോലെ അപ്പുറത്തും റൂട്ട് എടുത്താൽ മതി. അപ്പോൾ എക്സ് + 4 എന്തായിരിക്കും? 1225ൻ്റെ റൂട്ട് എത്രയാണ്? 35. ഓക്കെ, 1225ൻ്റെ റൂട്ട് എടുക്കുമ്പോൾ 35 വരും. therefore എക്സ് ഈസ് ഈക്വൽ ടു 35 - 4 എത്ര വരും? 31. ഓക്കെ, അപ്പോൾ ചെറിയ അല്ലെങ്കിൽ ഗ്രൗണ്ടിൻ്റെ സൈഡ് എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ എന്ന് കിട്ടി? എത്ര മീറ്റർ എന്ന് കിട്ടി? 31 മീറ്റർ എന്ന് കിട്ടി. ഓക്കെ, 31 മീറ്റർ. എന്താ ചോദ്യം? വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദി ഗ്രൗണ്ട് അലോൺ? ഗ്രൗണ്ടിൻ്റെ മാത്രം ഏരിയ ഓഫ് ഗ്രൗണ്ട്. ഓക്കെ, ഏരിയ ഓഫ് ഗ്രൗണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഏരിയ ഓഫ് ഗ്രൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും 31ൻ്റെ സ്ക്വയർ എടുത്താൽ പോരെ? സ്ക്വയറിൻ്റെ സൈഡ് അറിയാമെങ്കിൽ അതിൻ്റെ സ്ക്വയർ എടുത്താൽ മതി. 31ൻ്റെ സ്ക്വയർ. ഓക്കെ, 31ൻ്റെ സ്ക്വയർ എത്ര? 31 × 31 ഗുണിച്ച് നോക്കുക. ഓക്കെ, 961. ഓക്കെ, ഇതാണ് ആ ക്വസ്റ്റ്യൻ ആൻസർ. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. The square of a term
ഇൻ ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 2, 5, 8 etc. ഈസ് 2500. വാട്ട് ഈസ് ഇറ്റ്സ് പൊസിഷൻ? അതായത് ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ, അതായത് 2, 5, 8 എക്സെട്ര എന്ന് പറയുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ട്. ആ അരിത്തമെറ്റിക് സീക്വൻസിലെ സ്ക്വയർ ഓഫ് എ ടേം, ഇതിൻ്റെ ഏതോ ഒരു ടേമിൻ്റെ സ്ക്വയർ എത്രയാണ്? 2500 ആണ്. ഏതോ ഒരു ടേമിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 2500 ആണ്. അങ്ങനെയാണെങ്കിൽ അത് എത്രാമത്തെ ടേമാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, മനസ്സിലായോ? അതായത് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത് 2, 5, 8 എക്സെട്ര എന്ന് പറയുന്നതാണ്. അതിൻ്റെ ഏതോ ഒരു ടേമിൻ്റെ സ്ക്വയർ എന്താണ്? 2500. ഓക്കെ, ഒരു 0 കൂടെ 2500. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് എത്രാമത്തെ ടേമാണ്? എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസിലെ കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എത്രാമത്തെ ടേം, അതിന് പകരം നമ്മൾ എന്ത് പറയും? എന്ത് ടേം എന്ന് പറയും. എന്ത് ടേം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓൾജിബ്രിക് ഫോമാണ് എന്ത് ടേം എന്ന് പറയുന്നത്. അപ്പോൾ എന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് തന്നെ നമുക്ക് എന്തറിയാം? എന്ത് ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? എന്ത് ടേം ഈസ് ഈക്വൽ ടു എന്താണ്? എഫ് പ്ലസ് ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. ഡി എൻ പ്ലസ് എന്ത് ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി എന്ന് പറയുന്ന ഇക്വേഷനാണ്. ഓക്കെ, എന്ത് ടേം എന്ന് പറയുന്നത് എന്താണ്? ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. ഡി എന്ന് പറയുന്നത് ഇവിടുത്തെ കോമൺ ഡിഫറൻസ് ആയിരിക്കും. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ എഫ് എന്താണ്? എഫ് ഫസ്റ്റ് ടൈം, എഫ് എന്ന് പറയുന്നത് 2. ഡി എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് 5 - 2 എത്ര വരും? 3 വരും. ഓക്കെ, അപ്പോൾ എന്ത് വരും? അപ്പം ഡി കൊടുക്കുമ്പോഴത്തേക്ക്, ഡിക്ക് പകരം വില കൊടുക്കുമ്പോഴത്തേക്ക് 3n പ്ലസ് എഫ് മൈനസ് ഡി എന്ന് പറഞ്ഞാൽ 2 - 3, അതായത് 3n. 2 - 3 എന്ന് പറഞ്ഞാൽ -1, 3n - 1 എന്ന് വരും. ഓക്കെ, 3n - 1. ഇതാണ് എന്ത് ടേം. ഇതിൻ്റെ സ്ക്വയർ ആണ് എന്തെന്ന് എടുക്കുക? 3n - 1ൻ്റെ സ്ക്വയർ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ 2500. ഓക്കെ, 3n - 1ൻ്റെ സ്ക്വയർ ആണ് എത്ര? 2500 എന്നാണ്. അപ്പം നേരത്തെ പോലെ സ്ക്വയർ റൂട്ട് എടുത്ത് 3n - 1 ഈസ് ഈക്വൽ ടു 2500ൻ്റെ റൂട്ട് എടുക്കുക. 25ൻ്റെ റൂട്ട് 5, 2 0 ഉള്ളതുകൊണ്ട് സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ 1 0. 3n - 1 ഈസ് ഈക്വൽ ടു 50. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 3n ഈസ് ഈക്വൽ ടു എത്ര വരും? 50 -1 അപ്പുറത്ത് പോകുമ്പോഴത്തേക്ക് +1. ഓക്കെ, അപ്പം therefore n ഈസ് ഈക്വൽ ടു എന്ത് വരും? 50 + 1 51. 51/3. 51/3 എന്ന് പറയുമ്പോൾ എത്ര വരും? 51/3 1 7 17. ഓക്കെ, 17 എന്ന് കിട്ടും. n എന്ന് പറയുന്നത് എത്ര കിട്ടും? 17 എന്ന് കിട്ടും. അതിൻ്റെ അർത്ഥം എന്താണ്? n എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് 17ാമത്തെ ടേമിൻ്റെ സ്ക്വയർ ആണ് ആര്? 2500. ഓക്കെ, എത്രാമത്തെ ടേം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ നിങ്ങൾക്കറിയാം. ഇതേ രീതിയിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഇവിടെ ഇക്വേഷൻ ഉപയോഗിച്ചേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇതിനകത്ത് പഠിച്ചിട്ടുള്ള ഇക്വേഷനാണ്. നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടൈം 2 ആണ്. കോമൺ ഡിഫറൻസ് 5 - 2 3 ആണ്. എന്ത് ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി ആണ്. ഓക്കെ, അപ്പോൾ 3n - 1 ദി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2500 എന്ന് എടുക്കും. അപ്പോൾ അതിനെ സോൾവ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? n ഈസ് ഈക്വൽ ടു 17 എന്ന് കിട്ടും. ഓക്കെ, ഇപ്പോൾ എന്ത് ടൈമിൻ്റെ ഓൾജിബ്രിക് ഫോമാണ്. ഓൾജിബ്രിക് ഫോം എഴുതാനാണ് നമ്മൾ ഇങ്ങനെ എടുക്കുന്നത്. അല്ലെങ്കിൽ വേറെ ഏത് ഇക്വേഷനും കൂടെ ഉണ്ട്? എന്ത് ടൈം ഈസ് ഈക്വൽ ടു വേറൊരു ഇക്വേഷനും ഉണ്ട്. എന്ത് ടൈം ഈസ് ഈക്വൽ ടു എഫ് പ്ലസ് n - 1 ഇൻറ്റു ഡി. ഓക്കെ, ഈ ഇക്വേഷനും ഉണ്ട്. ഓക്കെ, ഏതിട്ട് വേണമെങ്കിലും ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം. അടുത്തൊരു ക്വസ്റ്റ്യനോട് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 2000 rupees വാസ് ഡെപ്പോസിറ്റഡ് ഇൻ എ സ്കീം in which interest is compounded annually. After 2 years, the amount in the account was 2205. What is the rate of interest? അതായത് ഒരു ബാങ്കിൽ ഒരു സ്കീമിൽ
ഒരു 2000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തു. 2 വർഷം കഴിഞ്ഞപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിരുന്നു, ആനുവലി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. അത് 2 വർഷം കഴിഞ്ഞപ്പോഴത്തെ ആ എമൗണ്ട് 2205 രൂപയായി. അങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്ര? അപ്പോൾ നമ്മൾ അറിയാം, ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ടിന് നമ്മൾ പി എന്നാണ് വിളിക്കുന്നത്, പ്രിൻസിപ്പൾ എന്ന് പറയും, മുതൽ. അപ്പോൾ അതെത്രയാണ്? 2000. ഒരു ബാങ്കിൽ ഇട്ട പൈസ 2000. ഓക്കെ, എത്ര വർഷം? അത് n എന്നാണ് കൊടുക്കുന്നത്, n = 2. തിരിച്ച് കിട്ടുന്ന എമൗണ്ടിനെ നമ്മൾ എ എന്ന് വിളിക്കും. അപ്പോൾ അതിനെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്? A = P × 1 + R/100 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഇക്വേഷനാണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ A = P × 1 + R/100 A എന്ന് പറഞ്ഞാൽ എമൗണ്ട് വിത്ത് ഇൻട്രസ്റ്റ്, അതായത് പ്രിൻസിപ്പളും ഇൻട്രസ്റ്റും കൂടെ ചേർന്ന് റിട്ടേൺ കിട്ടുന്ന എമൗണ്ടിനെയാണ് എ എന്ന് പറയുന്നത്. പി എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൾ 1, R റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, N 2. ഇതിനകത്ത് നമുക്ക് അറിയാവുന്ന വിലകൾ എടുത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് അറിയാവുന്ന വില എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ചു കിട്ടുന്ന എമൗണ്ട് 2205 = പി എത്ര? 2000 × 1 + R അറിഞ്ഞൂടാ, R/100 N എത്ര? 2. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? therefore 2205 = 2000 ഇൻറ്റു ഇവിടെ ചെയ്യുമ്പോഴത്തേ എന്ത് വരും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ എന്താണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേ 100 + R/100. ഓക്കെ, 100 ക്രോസ് മൾട്ടി 100 × 1 100, 1 × R R/1 × 100 100 റൈസ് ടു എത്ര? 2. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ എഴുതുക. 2205 = 2000 ഇൻറ്റു, ഇപ്പം ഇതിനെന്താ എഴുതാം? ഇവിടെ സ്ക്വയർ രണ്ടുപേർക്കുമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. 100 + R² ബൈ 100 എന്ന് പറഞ്ഞാൽ 100ൻ്റെ സ്ക്വയർ എടുക്കണം. അപ്പോൾ 100 × 100. ഓക്കെ, 100 × 100. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു 3 0 വെട്ടാം. ഓക്കെ, ഇനി ഇവിടെ എന്തുണ്ട്? ഒരു 10 ഉണ്ട്. ആ 2ഉം 10ഉം കൂടെ വേണം കിട്ടാം 5. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഈ 5 താഴത്തെ 5 ഇപ്പുറം കൊണ്ടുപോയി ഗുണിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തുണ്ട്? 2205 × 5 = 100 + R². അപ്പോൾ എത്ര കിട്ടും? 2205 × 5 എത്ര വരും? 5 25, 2 5 10, 1 ഓക്കെ, ഗുണിക്കുമ്പോൾ 11025 എന്ന് വരും. ഓക്കെ, 11025 = 100 + R². ഓക്കെ, ഞാൻ മുകളിലോട്ട് എഴുതാം. അപ്പം ഇതിനൊന്ന് തിരിച്ചെഴുതി കഴിഞ്ഞാൽ എന്ത് വരും? 100 + R² = 11025. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? നേരത്തെ പോലെ തന്നെ നമുക്ക് ഇതിൻ്റെ റൂട്ട് എടുക്കാം. അപ്പോൾ 100 + R = എന്തോന്ന് വരും? 100 + R = ഈ ഇതിൻ്റെ റൂട്ട് എത്ര ആയിരിക്കും? 11025ൻ്റെ റൂട്ട് എന്ന് പറയുമ്പോൾ 105 ആയിരിക്കും. 105 × 105. ഓക്കെ, വേണ്ട, ഇതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 105. മനസ്സിലായോ? അപ്പോൾ R = എന്തോ വരും? R കണ്ടുപിടിക്കാനായിട്ട് 105 - 100 എത്ര വരും? 5. അതായത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 5% ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആ ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നമുക്ക് ഇതിൻ്റെ അകത്ത് പഠിക്കാനുള്ളത്. ഇത്രയും നമ്മൾ പഠിച്ചതെല്ലാം എന്താണ്? സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഡയറക്റ്റായിട്ട് നമുക്ക് ഇക്വേഷൻസ് വരുന്ന സംഭവങ്ങളാണ് ഇത് വന്ന്. ഡയറക്റ്റായിട്ട് ഓരോ ക്വസ്റ്റ്യനിലും നമുക്ക് ഇക്വേഷൻ ഈ ഒരു രൂപത്തിൽ തന്നെ സ്ക്വയർ ഫോമിൽ തന്നെ വന്നു.
എപ്പോഴും അങ്ങനെയൊന്നും ആയിരിക്കണമെന്നില്ല. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതെല്ലാം എന്തായിരിക്കും, ഡയറക്റ്റായിട്ട് നമ്മൾ ഈ ഒരു രൂപത്തിലോട്ട് ആക്കേണ്ടി വരും. അത് നമുക്കൊരു അടുത്ത സെക്ഷനിൽ പഠിക്കാം. ഇപ്പോൾ ഈ ഒരു സെക്ഷനിൽ ഇത്രയും കാര്യങ്ങൾ മാത്രം ഡയറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് വർക്ക് ചെയ്ത് നോക്കുക, ഇത്രയും ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് വർക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളുക, നോക്കിയിട്ട് മനസ്സിലാക്കി നോട്ട് എഴുതി വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.